അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് കേട്ടോ. അപ്പോൾ ഡേറ്റ്സും കുറച്ച് ചോക്ലേറ്റ് ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 10-15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഒരു 10-15 കാഷ്നട്ടോ അല്ലെങ്കിൽ ബദാമോ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതുള്ളതെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഈത്തപ്പഴം നമ്മൾ കുരുവും തൊലിയൊക്കെ കളഞ്ഞ്, അപ്പോൾ തൊലി കളയുക. ഇത് ഒത്തിരി ഫ്രഷ് ഈത്തപ്പഴം ആയതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഉലിഞ്ഞു പോരുമായിരുന്നു. അപ്പോൾ അത് കളഞ്ഞു. അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2-3 സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീം. ഇനി ചോക്ലേറ്റ് ഐസ്ക്രീമിന് പകരം നിങ്ങൾക്ക് വാനില വേണമെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് പാൽ, ഒരു 3 ഗ്ലാസ് പാലാണ് ഞാൻ ചേർക്കുന്നത്. കൂടിയും ചേർത്ത് നന്നായി അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്, ഐസ്ക്രീമിന് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല മധുരം ഇതിനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വാനില ഐസ്ക്രീം ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് പൊടിച്ചതൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് തിക്കിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പാല് കുറച്ച് കട്ടിയാക്കിയിട്ട് ഐസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചോക്ലേറ്റ് ഐസ്ക്രീം ചേർക്കുന്നതുകൊണ്ട് തന്നെ ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ ഈത്തപ്പഴം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്